ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ നമ്മുടെ രേവതിയും സച്ചിയും ഭയങ്കര ഹാപ്പി ആട്ടോ. ആ കട നമ്മുടെ അച്ഛന് കിട്ടിയല്ലോ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം പങ്കുവെക്കുകയാണ് നമ്മുടെ രേവതി സച്ചിയുടെ അടുത്ത്. വേറൊരു മാറ്റം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രേവതിയും സച്ചിയും പണ്ടത്തെ പോലെ ടെറസിൽ തന്നെ ആട്ടോ. അപ്പൊ അവിടെ ഇരുന്ന് നമ്മുടെ രേവതി സച്ചിനോട് പറയുകയാണ്, അച്ഛന്റെ കയ്യിൽ തന്നെ വന്നല്ലോ ആ കട, അച്ഛന്റെ പൈസ കൊണ്ട് തന്നെയല്ലേ ആ കട ഉണ്ടാക്കിയതും, ഇനി അത് വെച്ചിട്ട് വെച്ചിട്ട് കയറ്റമായിരിക്കും എന്നൊക്കെ നമ്മുടെ രേവതി പറയുകയാണേ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രമതി വന്ന് സുധീനോടത്തും ശ്രുതിയുടെ അടുത്തും പറയുന്നുണ്ട്, ഓ ആ കട അച്ഛന് കൊടുത്തിരിക്കുന്നു അവൻ, ഇനി അതില് ആ തീരുമാനത്തിലെങ്ങാനും വല്ല വീഴ്ചയും പറ്റിയാൽ സച്ചി അതിന് സമ്മതിക്കത്തില്ല, എന്തൊരു കഷ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി നമ്മുടെ സുധീരുടെ അടുത്തും ശ്രുതിയുടെ അടുത്തും വന്ന് പറയുന്നുണ്ടേ. പിന്നീടുണ്ടല്ലോ, പിന്നീടത്തെ കാഴ്ച ഭയങ്കര സങ്കടകരം തന്നെയാട്ടോ. നമ്മുടെ രേവതി പണ്ടത്തെ പോലെ നേരത്തെ പോലെ കുറച്ച് ദിവസം മുന്നത്തെ പോലെ തന്നെ ടി വി ഒക്കെ കണ്ടിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പൊ ചന്ദ്രമതി വേഗം വന്ന് എണീക്കടി അവിടെ നിന്ന് എന്ന് പറയുന്നുണ്ട്. അപ്പൊ രേവതി പറയുന്നുണ്ട്, അമ്മ ഇത് ഞാനാ രേവതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചന്ദ്രമതി, എനിക്ക് വയസ്സൊന്നും ആയിട്ടില്ല, എനിക്ക് ആളെ തിരിച്ചറിയാതിരിക്കുക, നീ എണീക്കടി, പൊട്ടും കഴിച്ച് ആസ്വദിച്ചിരുന്ന ടി വി കാണുവാ, നീ അപ്പുറത്തോട്ട് പോടി എന്നും പറഞ്ഞ് നമ്മുടെ രേവതിയുടെ അടുത്ത് പണ്ടത്തെ പോലെ ഇട്ട് ആട്ടുവാ. അപ്പൊ ഇത് നമ്മുടെ അച്ഛൻ കാണുന്നുണ്ട്, സച്ചി കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചന്ദ്രമതി വീണ്ടും പഴയ ചന്ദ്രമതി തന്നെ ആയിട്ടോ. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയാട്ടോ പ്രേക്ഷകരെ. എന്തായാലും ഭയങ്കര കഷ്ടമായി പോയല്ലേ. കുറച്ചൊരു ദിവസത്തേക്ക് നമ്മുടെ ശ്രുതിനിട്ട് ഇങ്ങനെ വെള്ളം കുടിപ്പിക്കുന്നത് കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും ദാ ചന്ദ്രമതി മാറിയിരിക്കുകയാണ്. എന്തായാലും കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.